തേടി വന്നു. ദോഷിയാമെന്നെയും എന്നെയും നാഥ, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി. മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്, മന്നവ വർണ്ണിപ്പാനെഴുതല്ല എനിക്ക്. തേടി വന്നു ദോഷിയാമെന്നെയും എന്നെയും നാഥ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉണർന്നെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താനൊരവസരം കൊണ്ട് ദാനമായി തന്നല്ലോ. സുബോധത്തോടും ആരോഗ്യത്തോടും എഴുന്നേൽപ്പാനും കർത്താവിൻ്റെ പാദപിടം ചേർന്നിരിപ്പാനും തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. നന്ദി നന്ദി കർത്താവേ, നന്ദി. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എല്ലാം എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി നൽകേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ ജീവിതങ്ങളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എവിടെയായിരുന്നാലും തൻ്റെ മക്കളെ ഉള്ളതുപോലെ അറിയുന്നവൻ അവിടുന്ന്. തൻ്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ കുടുംബങ്ങളെയും ഓരോ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കട്ടെ കർത്താവേ. അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ ഏൽപ്പിക്കട്ടെ കർത്താവേ. അടിയൻ മറന്നാലും അങ്ങ് മറക്കാത്ത ദൈവം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾ, വിവാഹം ആവശ്യമുള്ള കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് PR ലഭിക്കേണ്ട ജീവിതം. ഹല്ലേലൂയ കർത്താവേ. അപ്പാ, സുബോധത്തോടും ദൈവകൃപയോടും ജീവിക്കേണ്ടെന്ന കുഞ്ഞുങ്ങൾ, മദ്യപാനത്തിൽ നിന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം. ആമേൻ. കുടുംബജീവിതത്തിൽ വേണ്ടുന്നതായ സമാധാനവും സന്തോഷവും ദൈവകൃപയും വേണ്ട ജീവിതങ്ങൾ. അങ്ങനെ കർത്താവേ, ഹല്ലേലൂയ എല്ലാ പ്രിയ മക്കളെയും അടിയൻ പേരുപേരായി സമർപ്പിക്കുകയാണ്. ഉള്ളതുപോലെ കാണുന്നവൻ അവിടുന്ന് തൻ്റെ മക്കളുടെ വിഷയത്തിന്മേൽ മറുപടി അയച്ചാട്ടെ. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിലോട്ട് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ വിദ്യാഭ്യാസത്തെ, അവരുടെ ഭാവിയെ അനുഗ്രഹിക്കണമേ കർത്താവേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി ആലോചനയെ അപ്പച്ചൻ കൊടുക്കണം. നന്നായി പഠിക്കണം. ശത്രു ആരെയും കാണരുത്, ദുഷ്ടപിശാചാരെയും തുടരുതെന്നും പ്രാർത്ഥിക്കുന്നു. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലും ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, മറ്റ് പരീക്ഷയ്ക്കും ഹാർഡിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവർ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിച്ച് കൊതിയോടെ കാത്തിരിക്കുന്ന പ്രയത്നിക്കുന്ന മക്കളെ കർത്താവേ, ഹല്ലേലൂയ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടവർ, അപ്പാ വിസ ലഭിക്കേണ്ട കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കർത്താവേ. പേരുപേരായി സമർപ്പിക്കുന്നത് എൻ്റെ ദൈവം തൻ്റെ മക്കളെ സഹായിക്കണം. അത്ഭുത വഴികളിൽ കൂടി അവരെ നടത്തണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന നാഥ, ഒരു മക്കളും ലജ്ജിച്ചു പോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. ഈ സമയം കർത്താവേ, സ്തോത്രം. ഭവനമില്ലാത്ത മക്കളുണ്ട്. കടഭാരത്തിന് നടുവിൽ കൂടി വലയുന്ന ജീവിതങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ ചൊല്ലി വേദനിക്കുന്നവരുണ്ട് കർത്താവേ. ആമേൻ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. വിവാഹം നടക്കേണ്ടുന്ന കുഞ്ഞുങ്ങളുണ്ട്. പൈതങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കളുണ്ട്. അങ്ങനെ കർത്താവേ, വിവിധ ആവശ്യങ്ങളുടെ നടുവിലായിരിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഉള്ളതുപോലെ കാണുന്നവൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, സ്തോത്രം. ഭവനങ്ങളിലൊന്നും ഒരു സ്വസ്ഥതയും സമാധാനമില്ല. ആമൻ. ലഹരിക്ക് അടിമപ്പെട്ട അനേക കുഞ്ഞുങ്ങൾ കർത്താവേ, മാതാപിതാക്കളുടെ സഹോദരിമാരുടെ കുഞ്ഞുങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഹല്ലേലൂയ കർത്താവേ നടക്കുമ്പോൾ കർത്താവേ, അവരെ ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരിക. എൻ്റെ സ്വർഗത്തിലെ ദൈവം രൂപാന്തരപ്പെടുത്തിയ മതിയാവും. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവമായി നിലവിളിക്കുന്ന മാതാപിതാക്കളോട് കരുണ തോന്നണമെന്ന് അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അലസതയും മന്ദതയുമായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർ നോർമലായി ആരോഗ്യം ബലമുള്ളവരായി അവർക്കൊരു ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് അത് ചെയ്തുകൊണ്ട് ഉത്തരവാദിത്തത്തോടെ ജീവിപ്പാൻ, അവരുടെ കുടുംബത്തെ പരിചരിപ്പാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോർമലില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, തമ്പുരാനെ എന്നിട്ട് സൗഖ്യം ഓരോ മക്കൾക്കും നൽകണം. അങ്ങ് അത്ഭുതവാനാ വീരനാം ദൈവമാ, നിത്യപിതാവാ, സമാധാനത്തിൻ്റെ ദൈവം ഓരോ മക്കളെയും കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു.
വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നു. അവരുടെ വാഹനത്തിലെല്ലാം കർത്താപ്പച്ചൻ്റെ കരം വേണം. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കും. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗം സ്വർഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളുമാറാകണം. കർഷനഷ്ടം കൂടാതെ എല്ലാവരെയും പരിപാലിക്കുമാറാകണം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്ക് പുതിയ അനുഗ്രഹം നന്മയും കൊടുത്ത് നിറച്ചു കൊള്ളുമാറാകണം. ആമൻ. വേർപാട് ദുഃഖം അനുഭവിക്കുന്നവരെ കർത്താവ് സമാധാനത്തിൽ മുൻപോട്ട് ജീപ്പാൻ ഇടയാക്കുമാറാകണം. ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും വയ്യം വിളിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അങ്ങയുടെ സൗഖ്യമാക്കുന്ന കാര്യം ഓരോ മക്കളെയും തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഹാലലുയ കർത്താവേ, ഹാലലുയ. എല്ലാ പ്രാർത്ഥനാ വിഷയം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. യാത്ര പോകുന്ന മക്കളെയും കാത്തോണേ. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. അപ്പം ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് എല്ലാവരും വിടുവിച്ച് കൊള്ളുമാറാകണം. നിശ്ചിത സ്ഥാനത്തെത്തോളം കൃപയിൽ പൊതിയുമാറാകണം. ഹാലലുയ. അങ്ങനെ ദൈവമായ കർത്താവ് ഞങ്ങളുടെ അനാഥരെ വിധവകളെ സംരക്ഷിക്കണേ. മാതാപിതാക്കളെ കാത്തോണേ. വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ പരിപാലിക്കണമേ. കൊച്ചു പൈതങ്ങളെ വളർത്തിത്തരണേ. പ്രത്യേകിച്ച് യുവതിവാക്കന്മാരെ കാത്തോണേ. ശത്രു കാണല്ലേ, അരുതാത്തതിൽ അകപ്പെട്ട് പോകല്ലേ. തമ്പുരാൻ്റെ കരുണയുടെ കരം ചേർത്ത് പിടിക്കണമേ. നല്ല ഭാവി ജീവിതം അവർക്ക് നൽകണമേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കാണപ്പെടാൻ സഹായിക്കണമേ. ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണേ. വിശേഷവേലകളെയും വേലക്കാരെയും അനുഗ്രഹിച്ച് കാത്തോണേ. ഹാലലി. യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമങ്ങളിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും മഹാമാരിയിൽ നിന്നും ജലപ്രളയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തെ എല്ലാം കർത്താവ് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറച്ചു നടത്തണം. സർവ്വമഹത്വം അവിടെ നിന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം.